ഷാജി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളെ ഇന്നത്തെ ഐറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു 4 മണി പലഹാരമാണ്. അത് നമ്മുടെ സുഖിയനാണ്, മോദകം എന്നറിയപ്പെടുന്ന സാധനം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കുറച്ച് ഒരു 1/4 കിലോ ചെറുപയർ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു 1.5 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് കഴുകി വൃത്തിയാക്കി അതിൻ്റെ കല്ലൊക്കെ കാണും ഇതിനകത്ത്, അതൊക്കെ ഇടഞ്ഞ് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പം അതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് ലൈക്ക് ചെയ്യണം, ഒന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് സമയം കളയാതെ നമുക്ക് സുഖം റെഡിയാക്കാം. അപ്പോൾ നമുക്ക് ആദ്യമേ ഈ പയർ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. നമുക്ക് കുക്കറിലോട്ട് ഇടാം. വെള്ളം അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കും. ലേശം ഉപ്പ് പൊടി, ഒരു നുള്ളു ഉപ്പ് പൊടി ഇട്ടാൽ മതി. ഇതിന് നമുക്കൊരു 2 വിസിലടിച്ച് നമുക്ക് വേവും. ഒരു 2 വിസിലടിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പയർ വേകുന്ന സമയത്ത് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ശർക്കര, ഒരു 200 ഗ്രാം ശർക്കരയുണ്ട്. ഇത് നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം. ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചത് കത്തിക്കാം. കുറച്ച് വെള്ളം മതി, ഇത്തിരി വേണം. ഇതൊന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ നമുക്കിതിനാവശ്യമായിട്ടുള്ള ബാറ്റർ, നമ്മൾ ഏത്തക്കാപ്പമൊക്കെ ചെയ്യുന്ന അതേ സെയിം സാധനം. പിന്നെ ഒരു ബോൾ മൈദയാണ്. അത് നമുക്കങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഒരു 3/4 കപ്പ് അരിപ്പൊടി, ശേഷം നമ്മുടെ ചെറിയ ജീരകം ഒരു ശകലം ചേർത്ത് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി, ശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. ഇതിൽ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ പഞ്ചസാരയും കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കുക. ഇത് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്യും. ഇതിൻ്റെ ബാറ്റർ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അങ്ങോട്ടൊന്ന് മാറ്റി വെക്കാം. ഇത് ചെറുതായിട്ട് പുളിക്കണം, ഒരു അരിയാക്കി അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ശർക്കര നന്നായിട്ട് ഉരുകിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ തീ അങ്ങ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് അരിച്ചെടുക്കണം. പയർ ഒരു 2 വിസിൽ അടിച്ചാണ്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമുക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളയണം. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയിട്ട് വരാം. അപ്പോൾ സുഖേനുള്ള കൂട്ട് നമുക്ക് റെഡിയാക്കാം. ഇത് നമ്മൾ റെഡിയാക്കി വെച്ച ശർക്കര അരിച്ചൊക്കെ വെച്ചിരിക്കുന്നതാണ്. പാത്രമൊക്കെ വെച്ച് കൊടുക്കാം. ഇത് നല്ലവണ്ണം തിളയ്ക്കണം. നല്ലവണ്ണം തിളയ്ക്കട്ടെ. ശർക്കരയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്കൊരു 3/4 കപ്പ് തേങ്ങ തിരിയത് ഒക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൊണ്ടൊന്ന് അതുപോലെ മിക്സ് ആക്കാം. അപ്പോൾ ശർക്കരയും തേങ്ങയും കൂടെ നമ്മൾ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പയർ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഈ കുറച്ച് പിടിക്കാണ്. നല്ല ഏലക്കാപ്പൊടി, ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ചാണ് ദേശത്തേക്ക് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ആക്കി. ഇപ്പോൾ പയറെല്ലാം വഴറ്റിയെടുത്തിട്ടുണ്ട്. തീ അങ്ങ് ഓഫ് ചെയ്യാം. ഇത് നല്ലവണ്ണം തണുക്കണം. നല്ലവണ്ണം തണുത്തിട്ട് നമുക്ക് ബോളാക്കാം. നമ്മുടെ കൂട്ടൊക്കെ തണുത്ത് റെഡി ആയിട്ടുണ്ട്. നമുക്കതൊന്ന് ബോൾ പിടിക്കണം. നല്ല തണുത്തിട്ടുണ്ട്. നമുക്കിത് ഓരോ ബോളുകളാക്കാം. നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ എടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു ശരി വലുപ്പം, ഈ ഒരു മീഡിയം വലുപ്പത്തിലാണ് ഞാൻ എടുത്തത്. നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ ബോൾ പിടിക്കാം. നമുക്ക് മാറ്റി വെക്കാം. നമുക്കിതെല്ലാം ഒന്ന് ബോൾ പിടിച്ചെടുക്കാം. എല്ലാം ഈ ഒരു വലുപ്പത്തിൽ ഞാൻ
ചെറിയ ബോളുകളാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ എടുക്കുക. അപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായി നിൽക്കുകയാണ്. അപ്പോൾ നമുക്കിതിലിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഞാനിപ്പോൾ ചെറിയ ചെറിയ ബോളുകളായിട്ടാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ വലുപ്പത്തിൽ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഇതിൽ മുക്കിയിട്ട് നമുക്ക് ഇതിൽ ഫ്രൈ ചെയ്യും. നമുക്കിതൊന്ന് തിരിച്ചു മറിച്ച് നോക്കിയിട്ട് ഫ്രൈ ചെയ്യാം. തിരിച്ചിടാം. ഇതായിട്ടുണ്ട്. നമുക്കൊന്ന് കോരി മാറ്റിയേക്കാം. ഇരിക്കുന്നതോടെ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. ഇതുമായിട്ടുണ്ട്. ഇവിടെ നമുക്കൊന്ന് കോരി മാറ്റിയേക്കാം. അപ്പം നമ്മുടെ സുഖിയൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. അപ്പം ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. അതുപോലെ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഞങ്ങളെ അറിയിക്കണം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. ബൈ.